നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? 2008 ആരംഭിച്ചത്. അന്ന് ഒരു കോട്ടയായിട്ട് തുടങ്ങിയത്, ഒരു കോട്ടയായി. നമുക്ക് ഇവിടെ മൊത്തം എത്ര കപ്പാസിറ്റി ഉണ്ട്? റൂം എത്ര ഗസ്റ്റിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറീസ് ഒന്ന് പറഞ്ഞുതരാമോ? നമുക്കിപ്പോൾ ഇവിടെ ടോട്ടൽ 20 റൂംസ് ഉണ്ട്. അത് കോട്ടേജ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്. ട്രീ ഹൗസ്? ട്രീ ഹൗസ് ഉണ്ട്. എത്ര ട്രീ ഹൗസ്? ഒരു ട്രീ ഹൗസ്. 2 ട്രീ ഹൗസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഞാനത് മാറ്റി. ട്രീ ഹൗസ് നോർമലി പല രീതിയിലും കാണാം. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ റിയൽ ട്രീ ഹൗസ് റിയൽ ട്രീ ഹൗസ് അല്ലത്. ആദ്യമായിരുന്നു, പക്ഷെ ഇത് മെയിൻ്റനൻസും കാറ്റൊക്കെ വരുമ്പോഴത്തേന്. അപ്പം ട്രീ ഹൗസിന്റെ കൺസെപ്റ്റിൽ അതുകൊണ്ട് 4 തൂണൽ കോൺക്രീറ്റ് തൂണൽ കൊടുത്തു. പക്ഷെ മരങ്ങളെല്ലാം അതിനകത്തൂടെ ഉണ്ട്. ആ ഒരു ലൊക്കേഷനും അത് നല്ലതാണ്. അതിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു ട്രീ ഹൗസ് ആണെന്ന് തോന്നും. കാരണം ആ തൂണെല്ലാം നമ്മൾ കൊടിയും പെപ്പറും പിന്നെ ഈ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ വെറ്റ, ഇംഗ്ലീഷിന് ബീറ്റിൽ, അതെല്ലാം നട്ട് അത് നല്ല ഭംഗിയായിട്ട് വന്ന ആ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ 20 റൂം എന്ന് പറഞ്ഞാൽ 3 ഷെയറിംഗ് ആണെങ്കിൽ ഒരു 60 പേര്. പിന്നെ ചിലർ 100 പേരുടെയൊക്കെ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അതൊരു ടെൻറ്റഡ് അക്കോമഡേഷൻ കൊടുക്കും. അത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ടെൻറ്റഡ് അക്കോമഡേഷൻ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഓഫീസിന്റെ സൈഡിലെല്ലാം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ എല്ലാവരും ഇപ്പൊ 100 പേര് വന്നാൽ ഈ ഗ്രൂപ്പിലുള്ളവരല്ലേ. 12 ഏക്കറിന്റെ ഉള്ളില് പിന്നെ ഈ വനത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്താണോ ടെന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഉള്ള അക്കോമഡേറ്റഡ് നമ്മുടെ ഇതിനകത്തുള്ള കോട്ടേജസിന്റെ അടുത്തൊക്കെ ആയിട്ടാണ്? നമുക്ക് ലോൺ ഏരിയ ഉണ്ടല്ലോ, ലോൺ ഏരിയയിലിട്ടിടും. പിന്നെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് വേറെ റിസോർട്ടുകളുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഡിന്നറിനും കഴിഞ്ഞ് അവിടെ പോകുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ പോയിരുന്നു. എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് അങ്ങനെ രീതിയിലാണ് ഓടിക്കുന്നത്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഫിഷിങ്ങിന് ഉള്ള സൗകര്യം മീഡിയം ഒരു നമുക്കൊരു 8-9 ഫാമിലിക്ക് ചെലവുകളുണ്ട്. 8-9 ഫാമിലിക്ക്. പിന്നെ ചെക്ക് ഡാം ഉണ്ട്, മീൻ പിടിക്കാം. നല്ല മീനൊക്കെ ഉണ്ട്. അതിനകത്ത് 1-2 കിലോ വരെയുള്ള മീനൊക്കെ ഉണ്ട്. ഫിഷിംഗ് കൂടെ ചെയ്യാം. അവർക്കൊരു ടൈം പാസ് ഉണ്ടല്ലോ. ഒരു മീനെ പിടിച്ചു വരുമ്പോൾ ഒരു വലിയ അഭിമാനമല്ലേ. നമ്മൾ അവർക്ക് വറക്കാൻ പറ്റുവാണെങ്കിൽ അവർ തന്നെ വറുത്തോ കറി വെച്ചോ ഒക്കെ. അതൊന്നും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട്. അങ്ങനെ അത് ഫ്രീ ആണ് പിടിച്ചു. പിന്നെ ഒത്തിരി ഒന്നും പിടിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ഇതുണ്ട്. ഇൻഡോർ ആക്ടിവിറ്റീസ് ഇൻഡോർ ഇപ്പം ചെസ്, ക്യാരംസ്, ടേബിൾ ടെന്നീസ്, പിന്നെ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വടംവലി ഉണ്ട്. വടംവലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വന്നാൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കളിയാണ് വടംവലി. ഞാൻ എൻ്റെ 20 വയസ്സിലെ വടംവലി വടം പിടിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ വടംവലിക്ക് ഇപ്പൊ അതൊരു സ്പോർട്ടായിട്ട് തന്നെ മാറ്റിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. ഉണ്ട്. ഇവിടെ വന്ന വടംവലിക്ക് ഞാനായിരിക്കും മാനേജ് ചെയ്യുന്നത്. അത് അതിനുള്ള സൗകര്യമുണ്ട്. വടമുണ്ട്, 2 വടമുണ്ട്. അത് ഭയങ്കര രസമായിരിക്കും. വടംപിടുത്തെല്ലാം കഴിയുമ്പോൾ വിശന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. വടം നല്ലൊരു ആക്ടിവിറ്റിയാണ്. റെസ്റ്റോറന്റ് പിന്നെ 20 എങ്ങനെയാണ്? ഇൻഹൗസ് റെസ്റ്റോറന്റ് തന്നെ ഉണ്ട്. റെസ്റ്റോറന്റിനകത്ത് നമുക്ക് ഒരു 16-70 പേർക്ക്. ലൈവ് റെസ്റ്റോറന്റ് ആണോ? ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓപ്പൺ പ്ലേസ് ബ്രേക്ക്ഫാസ്റ്റ് പോലും ചിലർ വെളിയിൽ വെച്ച് തരാമെന്നിരിക്കും. അതൊരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിൽ കൊടുക്കാറുണ്ട്. ഡിന്നറെല്ലാം മിക്കവാറും എല്ലാം ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഓപ്പൺ പ്ലേസിലാണ്. പിന്നെ ഫുഡ് മെനൂസ് ഒക്കെ നേരത്തെ നമുക്ക് ഓൾറെഡി ഒരു മെനു ഉണ്ടോ, അല്ലെങ്കിൽ ഓൺ റിക്വസ്റ്റ് ഒക്കെ എന്തും? നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു എലബറേറ്റ് ആയിട്ട് ഒരു ഫുഡ് മെനു ഞങ്ങളുടെ ഇല്ല. എന്നാലും ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നാ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നമുക്ക് ഒരു ഷെഫ് ഉണ്ട്, അതിൻ്റെ അസിസ്റ്റന്റ് ഉണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. വലിയൊരു ഇതില്ല. പക്ഷെ ഞങ്ങളുടെ നല്ല ടേസ്റ്റ് ഫുഡായിരിക്കും. ഞങ്ങൾ കളർ ചേർക്കത്തില്ല, അജിനോമോട്ട ചേർക്കത്തില്ല. അത് ഗ്യാരണ്ടിയാണ്. അപ്പം നല്ല ഹോംലി ഫുഡാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് പിന്നെ ഇതിന് ശരിക്കും പറയാം സെഗ്മെന്റഡ് മാർക്കറ്റിംഗ്.
നമുക്കൊരു ക്ലീഷേ ഒരു നീഷേ ക്ലൈൻസ് വേണം ഇന്ന ഏരിയയിലേക്ക്. ഇത്രയും ഏരിയ ഇതുണ്ട്, ഇത് നമുക്കറിയാം. ചില ട്രാവൽ മാർട്ടുകളിലൊക്കെ പോകുമ്പോൾ ബയേഴ്സിനും അറിയാം, സെല്ലേഴ്സിനും അറിയാം. അല്ലാത്ത ഇത് എൻഡ് കസ്റ്റമറിലോട്ട് ഇത് ആവശ്യപ്പെടുന്ന സെഗ്മെന്റിലുള്ളവർക്ക് എങ്ങനെ ഇത് എത്തിക്കും എന്നതിനെ കുറിച്ച് വല്ല വിഷനോ പ്രൊജക്റ്റോ പ്ലാനോ വല്ലതും മനസ്സിലുണ്ടോ? അല്ല, എനിക്കിപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം ഒരു 90% അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ആയി. മറ്റേ നമ്മുടെ വലിയ ബെൻസിൻ്റെ വലിയ വണ്ടി കയറും. പിന്നെ ഇച്ചിരി ചെറിയ കുറവുകളുണ്ട്. അതുകൂടെ ഈ ഒരു 2 മാസം കൊണ്ട് ഞാൻ തീർത്ത് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിങ്ങിന് ഇപ്പം കഴിഞ്ഞ KTM വലിയൊരു എനിക്ക് വന്നൊരു 10-23 ഫോറിനേഴ്സ് ആയിട്ട് വന്നു. അതിനകത്ത് 4-5 പേര് ഇവിടെ വന്നു. ബയേഴ്സ് വന്ന് അവർ നമ്മുടെ പ്രോപ്പർട്ടി പിന്നെ പഠിക്കാനായിട്ട് വന്നു. അവർ ഇനി മാർച്ചിൽ അതിനകത്ത് ഒരു 3 പേരുടെ വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ അതിനകത്ത് നമുക്ക് ഈ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞാൻ പിന്നെ കണ്ടുവന്നത് റിസോർട്ടിലെ ഓണേഴ്സ്, ട്രാവൽ ഏജൻറ്റ്സ്, പിന്നെ ഇവരൊക്കെ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതുവഴി നടക്കുന്നത് ഒരു സ്ഥലത്തിന്റെ അപ്ലിഫ്റ്റും കൂടിയാണ്. അതായത് ആ ടൂറിസം ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അപ്ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ 12 ഏക്കർ ഉണ്ടെങ്കിലും മലമ്പുഴക്ക് വേഴാമ്പലി ഇതൊക്കെ ഇവിടുത്തെ ഒരു സാധനമാണല്ലോ. ഈ പ്രോപ്പർട്ടി അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനും കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഈ അപ്പാർട്ട് ഫ്രം ദി ഇൻഡിവിജ്വൽ ഓണേഴ്സ് ആൻഡ് ദി പിന്നെ ഏജൻറ്റ്സ്, സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈ മാർക്കറ്റിംഗ് സൈഡിൽ ഗുണങ്ങളുണ്ടോ? അല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് എന്ത് നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഡെസ്റ്റിനേഷൻ അപ്ലിഫ്റ്റില്, ഡെസ്റ്റിനേഷൻ മാർക്കറ്റിംഗിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇപ്പം കറന്റ് എന്തെങ്കിലും സഹായം ഉണ്ടോ? റോഡ് ഷോസ് നടത്തുന്നുണ്ട് എല്ലാ വർഷവും. അത് ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുക. അതല്ലാതെ വേറെ ഒന്നുമില്ല. അതൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് ഗവൺമെൻറ് ടൂറിസം. ഇപ്പം ഞാനൊക്കെ ഒരു 9-10 വർഷമായിട്ട് എല്ലാ ട്രാവൽ ഫെയർ ഈ റോഡ് ഷോസിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതെന്ന് വെച്ചാൽ ഇപ്പം ബോംബെയിലാണെങ്കിൽ ബോംബെയിൽ ഒരു 10-50 ട്രാവൽ ഏജൻസിനെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ച് ഒരു കോൺഫറൻസ് വെച്ച് വൈകിട്ട് ഒരു രാവിലെ ഒരു 10:30 സ്റ്റാർട്ട് ചെയ്തു ഒരു ഈവനിങ് 7:30 വൈകിട്ട്. പണ്ടൊരു കോക്ടെയിൽ ഡിന്നറൊക്കെ ആയിരുന്നു. ഇപ്പം കോക്ടെയിലൊക്കെ മാറി വെറും ഡിന്നറായി മാറി. അങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത് പണ്ട് തൊട്ട് നമ്മുടെ ഡോക്ടർ വേണു സാർ ഉള്ളപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്ക് നല്ല വിഷനുള്ള ഒരു മനുഷ്യനായിരുന്നു. അതാ ശരിക്കും കേരള ടൂറിസത്തിനെ ഇത്രയും നന്നായി കൊണ്ടുപോയതിനകത്ത് മുൻനിരയിൽ നിന്ന ഒരു നേതാവാണ് വേണു സാറ്. ചീഫ് സെക്രട്ടറി റിട്ടയർ ആയല്ലോ. പുള്ളിയുടെ വൈഫ്. പുള്ളി അതിനകത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് മനുഷ്യനാണ്. ഞങ്ങളിപ്പോഴും പുള്ളിയോട് നന്ദിയുള്ള മനുഷ്യൻ. നന്ദിയുണ്ടാകും പുള്ളിയോട്. മറ്റ് പല ഡെസ്റ്റിനേഷനിൽ ഇപ്പം ശ്രീലങ്ക ആയിക്കോട്ടെ, മാൽദീവ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അവരുടെ ചില അഡ്വർടൈസ്മെന്റ്, ഈവൻ ഗവൺമെന്റ് സൈഡിലുള്ള അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമുക്ക് കൊതിയാവും. ഇത് ഇത്രയും നല്ല പിന്നെ ദൈവത്തിന്റെ സ്വന്തം അനുഗ്രഹീതമായ നാട്, നമ്മുടെ കയ്യിലെ എല്ലാ ഫെസിലിറ്റിയും, അവരൊക്കെ അവിടുത്തെ പല ഫെസിലിറ്റീസുകളും അവർ റീക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത് പ്രോപ്പറായിട്ട് പിന്നെ എല്ലാ രീതിയിലും വിനിയോഗിക്കുന്നുണ്ടോ, ഇത് പ്രോപ്പറായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നുണ്ടോ എന്ന് ഞാനിന്നും സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതിന് നമുക്ക് പറ്റിയ അതിനൊരു ടൂറിസം മിനിസ്റ്റർ ആയിരിക്കണം. അതെ, നല്ല മിനിസ്റ്ററും ആ മിനിസ്റ്ററിന് ആ ടൂറിസത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ നമ്മുടെ കേരള ടൂറിസം അല്ലെങ്കിൽ തേക്കടി, മൂന്നാർക്ക് പണ്ടേ രക്ഷപ്പെട്ടു പോകും. മിനിമം നമ്മുടെ തേക്കടിയിൽ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. അവിടെ ഒരു നല്ല ബാറ്ററി ബോട്ടോ അല്ലെങ്കിൽ സോളാർ ബോട്ടോ ഒരു വലിയ ഈ പാട്ട തുരുമ്പിച്ച് ചെതല് പിടിച്ച അതൊക്കെ ഇന്ന് നന്നായി കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുണ്ട് തേക്കടി എന്ന് പറയുന്ന സ്ഥലം, പെരിയാർ ടൈഗർ തേക്കടി. അത് എങ്ങനെ ഇത് കൊണ്ടുവരാം? ഇത് ആരെങ്കിലും പ്രൈവറ്റ് വ്യക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ നമ്പർ 1 ആകത്തില്ലേ? നമ്മളെപ്പോഴും ഒത്തിരി പുറകിലാണ് ഈ ടൂറിസ്റ്റ്. നമ്മൾ അതിന് പറ്റിയ മിനിസ്റ്റർ ആയിരിക്കണം, അതിനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഈസിയായിട്ട് രക്ഷപ്പെടും. തീർച്ചയായും.
ഈ ടൂറിസം നമ്മുടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു സജഷനില്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം, നല്ല രീതിയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെയും ഇപ്പം ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പോലീസ് ചെക്കിങ്. ഏറ്റവും കൂടുതൽ പോലീസ് ചെക്കിങ് നടക്കുന്നത് മൂന്നാറിലേക്ക് ആൾക്കാർ വരുമ്പോൾ 2 സ്മോളൊക്കെ അടിക്കാനായിട്ട് വരും. വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വെളുപ്പിനെ ചെക്കിങ്. വെളുപ്പിനെ അടിച്ചാലും ഇത് കിടന്ന് അടിക്കും, അന്നേരം കൊണ്ടുപോകും. ഇപ്പം എല്ലാവർക്കും ഡ്രൈവർമാരെ വെച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് വന്ന് വൈകിട്ട് 2 അടിക്കുമ്പോൾ പോലീസ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതിനൊരു ബദൽ സംവിധാനം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? ബദൽ സംവിധാനം ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഈ ഈ ചെക്കിങ് നിർത്തുക. ടൂറിസത്തിന് 15% GST കിട്ടുന്നില്ല ഗവൺമെന്റിന്. അവരിങ്ങനെ വല്ലപ്പോഴും ഒരു ടൂർ പോകുമ്പോൾ 2 പെഗ് അടിക്കുന്നതിന് നമ്മളൊരു കുറ്റം പറയുമോ? അല്ലെങ്കിൽ അതിനകത്തൊരു അളവ് കൂടി നിശ്ചയിക്കാം അല്ലേ? ഇപ്പം ഇത്ര കണ്ടന്റ് ഓക്കെ, ഈ സ്ഥലങ്ങളിൽ ഇത്ര കണ്ടന്റ് പെർമിസിബിൾ ആണെന്ന്. അതെ, ഇപ്പം എനിക്ക് കൊടൈക്കനാൽ സ്ഥലമുണ്ട്, അവിടെ പോലീസുകാർ പിടിക്കത്തില്ല, ചെക്ക് ചെയ്യുന്നില്ല. കാരണം അവിടെ ടൂറിസം പ്ലേസാണ്. അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 അടിക്കും, ഞങ്ങളത് ചെക്ക് ചെയ്യാറില്ല. അത് ഗവൺമെന്റ് പോളിസിയാണ്. അതൊരുമില്ല. പിന്നെ വെഹിക്കിൾ ചെക്കിങ് നിസ്സാര കാര്യത്തിന് ഒരു സാധാരണക്കാരൻ ഇപ്പം കോട്ടയത്ത് നിന്ന് നമ്മുടെ ഹൈറേഞ്ച് വന്നു, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് 2000 രൂപ 3000 രൂപ പെനാൽറ്റി അടിച്ചു കഴിഞ്ഞാൽ അവൻ പോകാൻ പറ്റുമോ? പിന്നെ വരത്തില്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ണടയ്ക്കണം ടൂറിസം പ്ലേസ്. അങ്ങനെ വന്നാൽ ഇതൊക്കെ ഒരു വിഷയമില്ല, നന്നായി പോവും. പ്രത്യേകിച്ച് നമ്മുടെ ഈ വണ്ടമ്പേട എന്നൊക്കെ പറഞ്ഞാൽ 3660 അടി ഹൈറ്റാണ് ഫ്രം സീ ലെവൽ. ഈ ഇത്രയും ഒരു നല്ല കംഫർട്ട് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നു, ഇവിടെ നല്ലൊരു കംഫർട്ട് അല്ലേ? പോവാനേ തോന്നുന്നില്ല. നമ്മള് 8:30 9:30 ആയോ അറിഞ്ഞിട്ടില്ല, 9:30 ആയോ. പിന്നെ നമുക്കിവിടെ ഏലക്കാടിന്റെ വന്ന് ഏലക്കാട്ടിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേനാണ് ഒരു ജീവൻ കിട്ടുന്ന ഏലം എന്ന് പറയുന്നത് ഒരു വലിയൊരു നല്ല സാധനമാണ്. ഏലക്ക ഉപയോഗിക്കണം. ഏലക്ക ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പൊട്ടൻഷ്യൽ പവർ കിട്ടുമെന്നാണ് ഇത്. പണ്ട് സ്പൈസസ് ബോർഡിൽ ഉണ്ടായിരുന്നു ഏലം ഒരു ശീലമാക്കുമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഏലം നല്ല സാധനം. എനിക്ക് ഷുഗറുണ്ട്, ഇതൊരു ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 ഗുളിക കഴിക്കുമായിരുന്നു നേരത്തെ. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഏലം പിന്നെ വേറൊരു സാധനമുണ്ട്, അതും ഇട്ട് ഒരു 5 ഏലക്ക വെള്ളത്തിലിട്ട് 2 ലിറ്റർ വെള്ളം ഇട്ട് ഞാനിപ്പോൾ ഒറ്റ ഗുളിക ഉപയോഗിക്കുന്നുള്ളൂ. ഏലം നമുക്ക് നല്ല ഒരു എനർജി കിട്ടുന്ന സാധനമാണ്. ഏലം എല്ലാവരും ഒരു 5 കാ വെച്ച് 5 ഉണക്കക്കായിട്ട് വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ഷുഗർ കുറയ്ക്കും. എൻ്റെ അനുഭവത്തിൽ കുറഞ്ഞു. ഞാനിത് പറഞ്ഞ് പലരും ഉപയോഗിക്കാൻ തുടങ്ങി. അവരെല്ലാം പറയുന്നത് നന്നായിട്ടുണ്ടെന്ന്. അത് നമ്മളൊരു ശീലമാക്കുക. ഈ മെഡിക്കൽ ടൂറിസത്തിന് ഭയങ്കര സാധ്യതയുണ്ടെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു യോഗ ടൂറിസത്തിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും മെഡിക്കൽ ടൂറിസത്തിന് യോഗയ്ക്കും ഇവിടെ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് അല്ലേ നമുക്ക്. ഇപ്പം മൂന്നാറിലാണെങ്കിൽ സിവിയർ തണുപ്പ്, അവിടെ -2 ഒക്കെ ആകുന്നില്ലേ. ഇവിടെ നമുക്ക് മൈനസ് പോയിട്ട് ഒരു 15-16 ഡിഗ്രിക്കുള്ളിൽ താഴുന്നില്ല. അവിടെ ചൂട് കൂടും. നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ള മാർച്ച് മാസത്തിൽ നമുക്കൊരു 32-33 കൂടുതൽ ഇവിടെ വരുന്നില്ല. അതും ഈവനിങ് 3 to 4 ആ ടൈമിലാണ് ചൂട്. അപ്പം ഏറ്റവും നല്ല കംഫർട്ട് ക്ലൈമറ്റ് ആണ് നമ്മുടെ ഈ പൂപ്പാറ ടു അണക്കര. നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് എന്തുവാ? ഈ നമ്മുടെ പ്രോബ്ലം മെയിനായിട്ട് നമ്മുടെ പണിക്കാരെ കിട്ടുന്നില്ലെന്നുള്ളൊരു ഫാക്റ്റാണ്. ബംഗാളീസ് ഉണ്ട്, ബംഗാളീസ് പിടിച്ചിരിക്കുന്നത്. അവർക്ക് നമ്മൾ നല്ല ശമ്പളം കൊടുക്കുക, അവരെ പിടിച്ചു നിർത്താന്നേ ഉള്ളൂ. തമിഴ്ക്കാരായിരുന്നു പണ്ടേ, അവരെല്ലാം തമിഴ്നാട്ടിൽ നല്ല ബെനിഫിറ്റാണ് ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അരി ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നു, TV, കമ്പ്യൂട്ടർ, സ്കൂൾ പഠനം, സ്ത്രീകൾക്ക് ശമ്പളം കൂടി, സ്ത്രീകൾക്ക് ബസ് കൂലി ഫ്രീ. അപ്പൊ എല്ലാരും അങ്ങോട്ട് തിരിച്ചു പോവുക. ഒരിക്കലും തമിഴ്ക്കാരൊന്നും നിൽക്കത്തില്ല ഇവിടെ. പണ്ടൊരു ജീപ്പ് എടുത്ത് പോയി
പിന്നെ നമ്മൾ ബംഗാളികളെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, നല്ല ശമ്പളം കൊടുത്ത് നല്ല ഫുഡും കൊടുത്ത് നല്ല അക്കോമഡേഷൻ കൊടുത്ത് ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ. ടൂറിസത്തിൻ്റെ ഭാവി എന്തുവാ ഇവിടെ ഈ മേഖലയിൽ? ടൂറിസത്തിൻ്റെ ഭാവി ഒരിക്കലും കുറയത്തില്ല ഹൈ റേഞ്ചിൽ. പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാർ തേക്കടി ഇവിടെ ഈ മരങ്ങളുള്ളതുകൊണ്ടേ ഈ നല്ല കാലാവസ്ഥ നല്ല കംഫർട്ടാണ്. ഇത് ചൂട് കൂടുന്നുമില്ല, തണുപ്പ് മൈനസ് ആകുന്നില്ല. പ്രത്യേകിച്ച് പൂപ്പാറ തൊട്ട് അണക്കര വരെ നമുക്ക് എത്ര വർഷമായി ഒരിക്കലും ഈ മരങ്ങളുള്ളതുകൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഏലം വളരണമെങ്കിൽ മരം വേണം. ഏലക്കാട് നശിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാലാവസ്ഥ എല്ലാം പോവും. അതുകൊണ്ട് ഞങ്ങൾ ഏലകൃഷിക്കാരാണ് ഈ സന്തുലിതാവസ്ഥ ഞങ്ങളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഏലകൃഷി നശിച്ചു കഴിഞ്ഞാൽ ഈ മരം എല്ലാം ഈ വെട്ടി നശിച്ച് തീരും. ഏലം പട്ടയം പ്രത്യേകിച്ച് എന്തോ ഒരു പട്ടയമല്ലേ അത്? ശരിക്കും പറഞ്ഞാൽ ഏലപ്പട്ടയമുണ്ട്, എല്ലപ്പട്ടയമുണ്ട്, പിന്നെ കുത്തോപ്പാട്ടമുണ്ട്. പണ്ട് ഈ പുല്ലുമേടാണ് ഈ പട്ടയമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, പുല്ലുമേട്. അല്ലാതെ മരങ്ങളുള്ള സ്ഥലം കുത്തോപ്പാട്ടമായിട്ടാണ്. അന്ന് ഈ വ്യത്യാസമൊന്നുമില്ല, ഒരേ വിലയായിരുന്നു. ഇന്നിപ്പം പട്ടയത്തിനൊക്കെ നല്ല വില, അവിടെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുത്തോപ്പാട്ടത്തിൽ ഒരു കൺസ്ട്രക്ഷൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. മരം വെട്ടാം, അത്യാവശ്യം ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്താൽ സംഭവിക്കും ഫോറസ്റ്റുകാരെ. പിന്നെ ഈ പരിസ്ഥിതിവാദികളും അവരൊക്കെ ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല ഈ കാർബൺ ഫണ്ടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇത് മൊത്തം വനമായാലേ അവർക്ക് ഈ കാർബൺ ഫണ്ട് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ ഇതിനകത്തൊരു വലിയൊരു ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ശക്തികളാണ് അവർ. ഒരു കാര്യം വ്യക്തമാണ്, ഏലകൃഷിക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വനം മുഴുവൻ നശിച്ചു. ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടോ ഇവിടെ? ഇവിടെ അങ്ങനെ ഇല്ല. മൃഗങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ശല്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ ഈ പിരമിഡ് സൈഡ്, പിന്നെ ഈ മൂന്നാർ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ല. ഈ കാട്ടുകോഴി, പന്നി അങ്ങനെയൊക്കെയുള്ള കുരങ്ങന്റെ ശല്യം കൂടി വരിക. കുരങ്ങന്റെ ശല്യം അങ്ങനെയില്ല. മൃഗങ്ങളെ കൊണ്ട് ഇപ്പൊ ഇതുവരെ ഭീഷണി. പിന്നെ പൂപ്പാറ സൈഡിലൊക്കെ ആനശല്യമുണ്ട്. പൂപ്പാറ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആന കയറി വരുന്നു. ഈ ആനയിരങ്ങൾ ഡാമിലൊക്കെ ആനയുണ്ടല്ലോ, തോട്ടം അങ്ങനെ നശിപ്പിക്കുന്നില്ല. ഒരു ആനത്താര ഉണ്ടല്ലോ ആ വഴി നമ്മൾ അടച്ച് പണി ചെയ്യുകയോ അവിടെ കൊണ്ട് ഏലം കൃഷി ചെയ്യുകയാണെങ്കിൽ അവർ നശിപ്പിക്കും. അവരുടെ ആ വഴി അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവരഴിഞ്ഞു. പിന്നെ ഈ ആന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ കയറി അതോട് കയറി ചവിട്ടി നശിപ്പിച്ചു പോകും. അതേ അങ്ങനെ ഒരു ശല്യമൊന്നും ഇല്ല. അത് ശരിക്കും എൻ്റെ ഒരു ഇൻട്രസ്റ്റും നമ്മുടെ ഒരു പാഷൻ, ഒരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഉള്ളില് ട്രാവൽ ടൂറിസം പഠിച്ചോളൂ. അങ്ങനെയൊക്കെ അങ്ങ് പോയി, കുഴപ്പമില്ല. ഇപ്പം ഗസ്റ്റൊക്കെ അത്യാവശ്യം ഹാപ്പിയാണ്. എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. 8-9 വർഷം സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. കടവും പ്ലാന്റേഷനാണ് കൂടുതൽ. മെയിൻലി ഞങ്ങൾ ഈ നമ്മുടെ എലക്ടേറിയ എന്ന് പറയുന്നത് തന്നെ ഏലത്തിൻ്റെ ബോട്ടാണിക്കൽ നെയിമാണ്. എലക്ടേറിയ ഞങ്ങൾ ശരിക്കും ഏലത്തിൻ്റെ ഏലകൃഷിക്കാരാണ്. ഫാദർ 60-ലൂടെ ഒന്ന് തോട്ടം മേടിച്ചു. എനിക്കും കൃഷിയോട് വലിയ താല്പര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷിയാണ്. ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. രണ്ടും കൂടെ ആകുമ്പം ഹാപ്പി. അതെ. പിന്നെ നിങ്ങളെക്കൊണ്ടുള്ള ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക രസമല്ലേ. ഇത് മൊത്തം എത്ര സ്ഥലമുണ്ട്? ഇത് 12 ഏക്കർ. പിന്നെ അതില് ഏലവും ഏലം 10 ഏക്കറുണ്ട്. 2 ഏക്കർ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളും ഈ ഫിഷ് പോണ്ടും ഇതൊക്കെ ആയിട്ട്. മീൻകുളം കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. മീൻകുളം 10,000 മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ അതിനകത്ത് 1 കിലോ വരെ ഉള്ളതുണ്ട്. കുറെ പിടിച്ച് കൊടുത്തു. അത് ഇതാ ഗിഫ്റ്റ് തിലോപ്പിയാ കൂടുതൽ. പിന്നെ അവര് പിടിച്ച് പറക്കാനായിട്ട് കൊടുക്കും. അവർക്ക് ഹാപ്പിയാ. പിന്നെ ഇതിന്റെ വളമേ, ഇതിന്റെ ഈ നൈട്രജനൊക്കെ കൂടുതല. നല്ല
ഇതിൻ്റെ വെള്ളം നല്ല റിച്ചാണ് ഏലത്തിന്. നല്ല അഴിച്ച് കഴിഞ്ഞാൽ കായ നല്ലോണം കൊണ്ടുപോകും ഈ വെള്ളം. അപ്പം നമ്മളിത് ഓൺ ചെയ്താൽ മതി, സ്പ്രിങ്ക്ലറിൽ കൂടി ഇത് കറങ്ങി ഏലത്തിന് വളമായി. കംപ്ലീറ്റ്ലി ഓർഗാനിക്. 1 ഏക്കർ കാർഡമം ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്തായിരുന്നു, പക്ഷെ അങ്ങോട്ട് ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. പിന്നെ തിരക്കായതുകൊണ്ട് അതിൻ്റെ പുറകെ പോകാനും പറ്റില്ല. എന്നായാലും അത് നമുക്ക് കുറച്ച് ചെയ്യണം. എങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മളിവിടെ തന്നെയാണ്. ഇവിടെ സ്പൈസസ് ബോർഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. പുറ്റടിയിൽ രണ്ട് സ്ഥലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒന്ന് തേനിയിലും ഇവിടെ ഒരേ ടൈമിൽ. അവിടെ കൂടുതലും ആൾക്കാർ നമ്മുടെ ഈ ബോഡി എന്നുള്ള എക്സ്പോർട്ട് ഏജന്റ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നു പോകാന്നുള്ള ബുദ്ധിമുട്ടാണ്. ഓൺലൈനായിട്ട് അവർക്ക് അവിടെ നിന്ന് ചെയ്യാം, ഇവിടെ ഉള്ളവർക്ക് ഇവിടെയും ചെയ്യാം. അപ്പം രണ്ട് സ്ഥലത്ത് ഒരേ ടൈമിൽ ഒരു ഓപ്ഷൻ കമ്പനിയുടെ സാധനം പോവാം. ഒരു ദിവസം ആവറേജ് ഒരു 60,000 കിലോ 80,000 കിലോ കാണും. ഇന്നത്തെ വിലയ്ക്ക് 2,900-3,000. അതുകൊണ്ട് 18 കോടി മേളിലാണ് ഒരു ദിവസം ട്രാൻസാക്ഷൻ. ഒരു 2.5 മണിക്കൂർ കൊണ്ട് തീരുന്നത്. അതിൻ്റെ രസം. ചില ഗസ്റ്റൊക്കെ പോകുന്നുണ്ട് ഇവിടെ കാണാനായിട്ട്. ഓപ്ഷൻ കമ്പനി സ്പൈസസ് ബോർഡ് അതിൻ്റെ കംപ്ലീറ്റ് ചാർജ്. എത്ര മണിക്കാണ് അതൊക്കെ നടക്കുന്നത്? രാവിലെ ഒരു 10:00 തുടങ്ങും, ഒരു 1 മണിയാകുമ്പോൾ തീരും. 2 ഓപ്ഷൻ വരും ഒരു ദിവസം. ഉച്ച കഴിഞ്ഞ് 2:30 തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത കമ്പനിയുടെ അതൊരു 4-4:30 തീരും. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടാണ് ഇപ്പം ഒരു 500 കിലോയുടെ ലോഡ്. ഇവിടുത്തെ അഡ്രസ്സ് ഒന്ന് പറയാമോ? ഇവിടുത്തെ എലറ്റേറിയ റിസോർട്ട്, ആമയാർ പമ്പ് ഹൗസ്, വണ്ടംമേട് PO, ഇടുക്കി. ഫോൺ നമ്പർ 9961933306.